പ്രസവ ശസ്ത്രക്രിയയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് പരാതി. വയറിനുള്ളിൽ പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുകയായിരുന്നു. പക്ഷെ സിസേറിയൻ ചെയ്തതിന് ശേഷം അവര് സ്റ്റിച്ചിട്ടു. മറ്റേ പ്ലാസൻ്റ അങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളൊന്നും എടുത്തു കളഞ്ഞില്ല. പിറ്റേ ദിവസം ബോഡി ഫുള്ള് നീരായി കഴിഞ്ഞപ്പം ഇവര് പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനൊക്കെ പോയി ബ്ലഡ് ആലപ്പുഴ വണ്ടാനത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നു. ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ട് ഇവർ സ്കാൻ ചെയ്യാൻ വിട്ടു. സ്കാൻ ചെയ്യാൻ വിട്ടപ്പോൾ എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ബ്ലഡ് 4 ദിവസം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കും. അതിൻ്റെ കൂട്ടത്തിൽ വേദന, നടുവേദന, കുഞ്ഞിന് ശരിക്കും ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് ബ്ലഡ് കുറവാന്ന് മാത്രമായിരുന്നു, അല്ല ഒന്നും പറഞ്ഞില്ല. പിന്നെ അവര് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതുപോലാന്ന്. ഇപ്പോഴും എനിക്ക് ഫീഡ് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല. 5 മിനിറ്റ് ഇരിക്കുമ്പോഴേ നടുവിന് വേദനയും വയറുവേദനയും എല്ലാം ആവാം. ശരിക്കും നടക്കാൻ പോലും ഇപ്പോഴും ബെൽറ്റ് ഇട്ടിരിക്കുക. അത് പിന്നെ സിസേറിയൻ ചെയ്തതിന് ശേഷം ഐസിയുലായിരുന്നു 5-6 ദിവസം. ഇവിടെ ട്യൂബ് ഇട്ടേക്കുമായിരുന്നു, ഡ്രയർ. അതും 6 ദിവസം അതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ ട്യൂബ് ഇട്ടതിൻ്റെ അത്, ഈ വേദന, നടുവേദന. പിന്നെ രണ്ടാമത് ഒരു ഓപ്പറേഷനും കൂടെ ചെയ്തെങ്കിൽ ഇതെടുത്ത് കളയാമ വിഷമിക്കേണ്ട. ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിയുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞു ഇട്ടോളാമെന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് എഴുതി ഒപ്പുവെച്ച് ഞങ്ങൾ ഇനി അനുഭവിക്കാനൊന്നുമില്ല. 1 മാസം ഞങ്ങൾ ആശുപത്രി കിടന്നു. 1 മാസം ആശുപത്രി കിടന്ന് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് വരെ അവിടെ നടത്തിയത്. ഡോക്ടറും നല്ല ഡോക്ടറായതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. മനീഷ് അങ്ങേയറ്റം നരകയാതന, വേദന അനുഭവിച്ചതിന് നീതി കിട്ടണം അവർക്ക്. തർക്കം അക്കാര്യത്തില്ല മനീഷ്. ഹാഷ്മി, സാധാരണക്കാരാണ്. പെണ്ണൂക്കര സ്വദേശി 28-കാരിക്കാണ് ഈ പ്രശ്നം. അജീഷയ്ക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത്. അജീഷയ്ക്ക് കഴിഞ്ഞ മാസം 23-ാം തീയതി പ്രസവ വേദനയെ തുടർന്ന് ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അവിടെ വെച്ച് തന്നെ അടിയന്തരമായി സിസേറിയൻ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അന്ന് രാത്രി തന്നെ സിസേറിയൻ നടത്തി. പക്ഷേ പിന്നീട് ഈ സിസേറിയന് ശേഷം കുഞ്ഞിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. രക്തം കട്ട പിടിക്കുന്നതായി തോന്നി. പിന്നീട് രക്തക്കുറവ് തോന്നി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ആവശ്യത്തിന് രക്തം എത്തിച്ചു നൽകി. പക്ഷേ രക്തം ശരീരത്തിൽ കയറ്റിയിട്ടും ഈ ശാരീരിക അവശതകൾ മാറുന്നില്ല. പിന്നീടാണ് 26-ാം തീയതിയോടുകൂടിയാണ് ശരീരത്തിൽ ഈ സ്റ്റിച്ചിട്ട ഭാഗത്ത് നിന്നും രക്തസ്രാവം അമിതമായി ഉണ്ടാകുന്നു. പിന്നീട് 27-ാം തീയതി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇവിടെ വെച്ച് സ്കാനിങ് നടത്തുന്നു. സ്കാനിങ്ങിൽ ചില കാര്യങ്ങൾ പക്ഷേ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീട് ഒരു ശസ്ത്രക്രിയ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 2 ആഴ്ചക്കിടെ ഓപ്പൺ സർജറി 2 എണ്ണം നടത്തേണ്ടി വന്നു. ഓഗസ്റ്റ് മാസം 4-ാം തീയതി വീണ്ടും ഓപ്പൺ സർജറി നടത്തി. ഈ സർജറി നടത്തിയപ്പോഴാണ് വയറ്റിനുള്ളിൽ ഈ ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് തന്നെ ഏതാനും മെഡിക്കൽ വേസ്റ്റ്, പഞ്ഞിയും തുണി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് നീക്കം ചെയ്തു. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഹരിപ്പാട് പോലീസിൽ നൽകിയ പരാതിയിൽ ഹരിപ്പാട് പോലീസ് ചികിത്സാ പിഴവിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസിന് സാങ്കേതികമായ ഒരു കേസെടുക്കാൻ സാധിക്കുമെങ്കിലും മെഡിക്കൽ ബോർഡ് അന്വേഷിച്ച് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് ഈ സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ജെയിൻ ജേക്കബോ അല്ലെങ്കിൽ ഈ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടോ ഇതുവരെയും തയ്യാറായിട്ടില്ല. തങ്ങൾ പോലീസിനോടും മെഡിക്കൽ ബോർഡിനോടും അത്തരത്തിലുള്ള വിശദീകരണം നൽകാമെന്നുള്ള പ്രതികരണമാണ് നമ്മളോട് നൽകിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഇത് ഈ ഓപ്പൺ സർജറിക്ക് ശേഷം ഇത് നീക്കം ചെയ്ത ശേഷവും ഇപ്പോഴും ഈ ശാരീരിക അവശതകളുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പോലും അമ്മ അജീഷയ്ക്ക് സാധിക്കുന്നില്ല. എപ്പോഴും നടുവേദനയാണ്, ക്ഷീണമാണ് എന്നുള്ള ആരോഗ്യ പ്രശ്നമാണ്. നിരന്തരം ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ 28 ചടങ്ങ് പോലും നടത്താൻ പറ്റാത്ത ദുരവസ്ഥയാണ് ഈ കുടുംബം നേരിട്ടത്. ഹാഷ്മി, ക്രിസ്റ്റീന. അങ്ങേറ്റത്തെ വേദനയാണ്, അങ്ങേറ്റത്തെ സമാനതയില്ലാത്ത കാലങ്ങൾ കൂടെ അവർ കടന്നുപോയി. അതിനവർക്ക് നീതി കിട്ടണം. പഞ്ഞിശേഖരമൊക്കെ വയറ്റിനകത്ത് വെച്ച് കെട്ടി നോറുന്നത് ചെറിയ കാര്യമാണ്.